ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യൂസ്റ്റി നിഫ്റ്റി ഇതിൻ്റെ മൂന്നിന് ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ അതോ സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമുക്ക് ഇന്നലത്തെ പറഞ്ഞു പോയ ലെവൽസിലെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗോൾഡിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും യൂറോ യൂസ്റ്റിയിലാണെങ്കിലും എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെവൽസ് എല്ലാം റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹയർ ടൈം ഫ്രെയിമിൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ കേട്ടോ. അതിൻ്റെ കാര്യത്തിലേക്കെല്ലാം തന്നെ നമുക്ക് വരാം. ഫസ്റ്റ് എപ്പോഴത്തെ പോലെ തന്നെ നമുക്കിന്ന് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗോൾഡിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു, വീഡിയോ ചെയ്ത് വന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേജർ ട്രെൻഡ് തന്നെയായിരുന്നു. മേജർ ട്രെൻഡിലെ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ്, അതിനുശേഷം അവിടെ നിന്നൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലെവൽസ് കാര്യങ്ങൾ. അതിന് നമുക്കൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മോർണിംഗും അതേപോലെ തന്നെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് സെൽ സോണിൽ നിന്ന് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദിവസം സാധ്യതകളിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ഇതിലെ മേജർ ട്രെൻഡിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഹൈയിലാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. അപ്പോൾ മേജർ ട്രെൻഡിൽ എന്താണ്, ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള സെൽ സോണിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും നല്ലൊരു കൺഫർമേഷൻ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിവിടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു സെൽ സോണൊക്കെ നോക്കുവാണെങ്കിൽ എവിടെയാണ് മേജർ ട്രെൻഡിനുള്ളിൽ വരുന്നത്, പ്രീമിയത്തിലാണ് വരുന്നത്. ഇതിന് ശേഷം നമുക്ക് മേജർ ട്രെൻഡിൽ സെല്ല് നോക്കാൻ പറ്റിയൊരു ഫസ്റ്റത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇതിന് മുകളിലോട്ട് വന്ന് ഈ ഒരു സെൽ സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും. ഇത് ഫസ്റ്റത്തെ ഒരു സാധ്യതയാണ്. ഇനി അതേപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിനോട് തൊട്ടടുത്ത് തന്നെയായിട്ട് ഓർഡർ ബ്ലോക്കും കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും ഒരു സെൽ എൻട്രി നോക്കുന്നതിന് കുഴപ്പമില്ല മേജർ ട്രെൻഡ് അനുസരിച്ച് കേട്ടോ. ഇനി താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞാൽ മേജർ ട്രെൻഡിൽ എൻട്രി നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈലോട്ടിന് മാർക്കറ്റ് വരണം, എന്നാലേക്ക് നമുക്ക് ട്രേഡിന് സാധ്യതയുള്ളൂ. ഇപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ലോയിലാണ് നിൽക്കുന്നത്. ഓൾറെഡി ഒരു ഇൻഡ്യൂസ്മെൻറ്റ് സെൽ സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതിന് ശേഷമുള്ളൊരു സാധ്യത എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ ലോസ്റ്റ് അല്ല ഹൈനെടുത്ത് ഇനി ലോയിനെയും കൂടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഹൈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ഇതിന് അടുത്തുള്ളൊരു സെൽ സോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി നോക്കി പോകാനായിട്ടും ഇത് പറ്റും. ഇത് നമുക്കൊരു മൈനർ ട്രെൻഡ് ആയിട്ടും എടുക്കാം കേട്ടോ. ഒന്നുമില്ല, ഇപ്പോൾ മേജർ ട്രെൻഡിന് ശേഷമുള്ള ഒരു മൈനർ ട്രെൻഡ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് എൻട്രീസ് നോക്കി പോകാനായിട്ട് പറ്റും. ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ സെൽ സോണിലേക്ക് വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മൈനർ ട്രെൻഡ് നോക്കി എൻട്രി എടുത്ത് പോകാനായിട്ട് പറ്റും. ഇനി ഇവിടുന്ന് പ്രൈസ് മുകളിലോട്ട് വന്നതിന് ശേഷം 50 മിനിറ്റ് തന്നെ ഇവിടുന്ന് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് മൈനർ ട്രെൻഡ് തന്നെ നോക്കി എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ മേജർ ട്രെൻഡ് സെല്ലാണ്, അപ്പോൾ സെല്ലിലേക്ക് തന്നെയായിരിക്കും കൂടുതൽ സാധ്യത. അതുകൊണ്ടാണ് ഇനി 50 മിനിറ്റിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടുന്നൊക്കെ ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എല്ലാ സെല്ല് തന്നെയായിരിക്കും നോക്കി പോകാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഈ സാധ്യതയാണ് ഗോൾഡിൽ വരുന്നത്. അത്യാവശ്യം നല്ല ട്രെൻഡ് കാര്യങ്ങൾ പഴയ പോലെ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. എൻട്രി കൺഫർമേഷനും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ യൂറോ യൂസ്റ്റിൻ്റെ കാര്യത്തിലേക്കും വരാം. യൂറോ യൂസ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ലെവൽസ് എല്ലാം അതേപോലെ തന്നെ 100% കറക്റ്റ് വർക്കായിട്ടുണ്ടായിരുന്നു. ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ എന്താണോ പറഞ്ഞത് അത് തന്നെയായിരിക്കും ഇതിൽ കാണാനായിട്ട് പറ്റുന്നു. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരു എൻട്രി കിട്ടിയിട്ടുമില്ല. ഒരു എൻട്രി മോർണിംഗുമാണ് വന്നത്. അപ്പോൾ 2 എൻട്രി നമുക്ക് കിട്ടിയിട്ടില്ല. ലെവൽസ് കറക്റ്റ് ആയിരുന്നുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ ദിവസം ബൈയിലേക്കുണ്ടായ സാധ്യതകൾ പറഞ്ഞത് ഒന്ന് ഫസ്റ്റ് ഈ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു, മൈനർ ട്രെൻഡ് ആയിരുന്നു. ഇപ്പോൾ മേജർ ട്രെൻഡിൽ സെൽ സോണിലേക്ക് ബൈ സോണിലേക്ക് വന്നതിന് ശേഷം ഹൈനെ എടുത്തു, പിന്നെ മൈനർ ട്രെൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങൾ ഗ്രൂപ്പിലേക്ക് കൊടുത്തു. പക്ഷേ ഇവിടുന്ന് കൺഫർമേഷൻ തന്നില്ല. ഡയറക്റ്റ് ആയിട്ടാണ് പുഷ് ചെയ്ത് അത്രയും പ്രൈസ് മുകളിലോട്ട് പോയി. പിന്നീട് ഉണ്ടായിരുന്ന സാധ്യതകളൊന്നും നോക്കി ലെവൽസിലേക്കെല്ലാം വന്ന് ഇവിടുന്ന് കൺഫർമേഷൻ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ലോയിനെ സ്വീപ്പ് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. ഇതിലേക്ക് വന്നതാണെങ്കിൽ മോർണിംഗും. അപ്പോൾ ഈ എൻട്രി നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ ലെവൽസ് എല്ലാം ഇവിടെ കറക്റ്റ് ആയിരുന്നു, പക്ഷേ ഒന്നിൽ 2 തരാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്താണ് അതേപോലെ തന്നെ ഇന്നത്തെ ലെവൽസും കൂടെ നോക്കാം. ഇന്നത്തെ ദിവസത്തിന് ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിന് ശേഷം ബൈയിലേക്ക് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ സാധ്യത വരുന്നത്. ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ ട്രെൻഡ് റിവേഴ്സൽ എന്ന രീതിയിൽ സെല്ലിലേക്ക് കണക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുമ്പോൾ ഇതിന് ശേഷം യൂറോ യൂസ്റ്റി വന്ന് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈയിലേക്ക് ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലെ തൊട്ടടുത്തുള്ള ബൈയിങ് സോണിൽ ഇതൊരു ബൈയിങ് സോണായിട്ട് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഇതൊരു ബൈയിങ് സോണായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും ഡിസ്കൗണ്ട് ഏരിയയിൽ ഒരു ബൈയിങ് സോണും കാണാം. ഈ ഒരു ഹൈന മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ബൈയിങ് സോണിലെല്ലാം നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ലെവൽസ് ഇട്ടേക്കാം കേട്ടോ. ഈ ഒരു സാധ്യത മാത്രമാണ് ഇതിനകത്തിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് ഇനി ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് മൈനർ ട്രെൻഡ് എന്ന രീതിയിൽ എൻട്രീസ് നോക്കി പോകാനായിട്ട് പറ്റും. കാരണം മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ മൈനർ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും സാധ്യതയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നിഫ്റ്റീൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കി നോക്കാം. നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ലെവൽസ് ഇവിടെ അത്രത്തോളം കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 23,418 ആ ഒരു റേഞ്ചിൽ തന്നെയാണ്
പ്രൈസ് അത്രയും വീണിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നവും നല്ലൊരു എൻട്രി തരാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസത്തെ സാധ്യതയും കൂടെ നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഏറ്റവും സാധ്യതയുള്ള ഒരു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ ഹൈയിലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ലോയിലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ് ഇന്നത്തെ ദിവസം ഏറ്റവും സാധ്യത കൂടുതലുള്ള ലിക്വിഡിറ്റി. കാരണം രണ്ട് മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടുന്നതായി മാത്രം നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നോക്കാനായിട്ട് പറ്റുന്ന തൊട്ടടുത്ത് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഈ ഒരു ലോയിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് മുകളിലോട്ട് പോയേക്കുന്നത്. ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ലിക്വിഡിറ്റിയും കാണാം കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ഇതിനകത്ത് രണ്ടും നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫസ്റ്റത് രണ്ടും മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്തേക്ക് വന്ന അത്രയും നല്ല എൻട്രി കൺഫർമേഷനോ കാര്യങ്ങളോ ഒരു കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ അങ്ങനെ ട്രെൻഡ് കാര്യങ്ങളോ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നൊക്കെ എൻട്രി നോക്കിയാൽ മതി. ഇല്ലാത്ത പക്ഷം വിട്ടേക്കുക. നമുക്ക് ഏറ്റവും നല്ല ട്രേഡിന് സാധ്യത ഉള്ളത് ഇന്നത്തെ ദിവസം ബൈയിലേക്ക് നോക്കാനാണെങ്കിൽ ഈ ഒരു ഏറ്റവും ലോയിലെ ലിക്വിഡിറ്റി ആണ് കേട്ടോ. ഇതിലേക്ക് വന്നതിന് ശേഷം പിന്നെ നോക്കിയാൽ മതി. ബാക്കി രണ്ട് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ സാധ്യതകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എൻട്രീസ് നോക്കിയാൽ മതി. അതേപോലെ തന്നെ പിന്നെ സെല്ല് നോക്കണമെങ്കിൽ മാർക്കറ്റ് ഇത്രയും മുകളിലോട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതിൽ ഇന്നത്തെ ദിവസം കിട്ടുമെന്നറിയില്ല. നല്ല ട്രേഡ് ഇതിനകത്തേക്ക് വന്ന് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മേജർ ഇൻഡ്യൂസ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു എൻട്രിക്ക് സാധ്യത ഉണ്ടായിരുന്നായിരുന്നു. അവിടെ നിന്ന് കറക്റ്റായിട്ട് പ്രൈസ് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല എൻട്രീസ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കുക. ഈ സാധ്യതകൾ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് താഴേക്ക് വരുവാണെങ്കിൽ മൈനർ ട്രെൻഡ് എന്ന രീതിയിൽ സെല്ല് നോക്കി പോകാനായിട്ട് വരും കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടൊന്ന് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.